സംഗമത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് വിഷമം പറയാനോ പ്രതിഷേധം അറിയിക്കാനോ ഉള്ള സമയമല്ല. ഞങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലങ്ങളായി എടുത്ത പണിക്കൊരു റിസൾട്ട് കിട്ടിയ ദിവസമാണ്. നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആ ആഘോഷിക്കുന്ന ദിവസത്തെ ഇവിടെ കൊണ്ടെത്തിച്ചതിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പർക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, അദ്ദേഹത്തെ പോലെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഇടതുപക്ഷ മുന്നണിക്ക് ഇനി ഇത്തരം വാർത്തകളിലൂടെ അല്ലാതെ, ഇത്തരം വിവാദ വാർത്തകളിലൂടെ അല്ലാതെ കേരളത്തിൽ മാധ്യമത്തിൽ വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് വരും ദിവസങ്ങളിലും ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നു. പെണ്ണുങ്ങളെ തൊട്ട് ദൈവത്തെ തൊട്ട് ഇനി ഏതൊക്കെ രൂപത്തിൽ മനുഷ്യരെ അവഹേളിക്കാമോ അവിടെയൊക്കെയും തൊട്ട് നിങ്ങൾ ചിലപ്പോൾ വാർത്തകളിൽ നിറഞ്ഞേക്കാം. ഞങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളുമായി, ഞങ്ങൾക്ക് ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് വാർത്തകളിൽ അല്ലെങ്കിൽ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകിക്കൊണ്ട് മുന്നോട്ട് പോകാനുമുണ്ട്. നമ്മുടെ അജണ്ട വേറെയാണ്. പക്ഷേ ഈ സംഗമം അവരോട് കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ മുന്നണി അഥവാ സ്ത്രീ സൗഹൃദമായിക്കൊണ്ട്, മനുഷ്യ സൗഹൃദമായിക്കൊണ്ട് പുരോഗമന രാഷ്ട്രീയം വിളമ്പുന്ന ഒരു മുന്നണി എന്നാണല്ലോ കാലങ്ങളായി പറഞ്ഞു പോകുന്നത്. ആ പുരോഗമന മുഖംമൂടിക്ക് അല്ലെങ്കിൽ ആ പുരോഗമന രാഷ്ട്രീയത്തിന്റെ മുഖംമൂടിക്ക് ഒരു പെണ്ണൊന്ന് ഉയർന്നു നിന്ന് വിരൽ ചൂണ്ടിയാൽ അഴിഞ്ഞു പോകാവുന്ന ശക്തിയേ ഉള്ളൂ എന്ന് തെന്നൽ ഇന്നലെ കാണിച്ചു തന്നു. ഒരു പെണ്ണൊന്ന് ഉയർന്നു നിന്നാല്, അവരൊന്ന് രാഷ്ട്രീയം സംസാരിച്ചാല്, അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാല് അവിടെ ഹാലളകി വീഴുന്ന മുഖംമൂടിയാണ് CPM-ന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് ഇവിടെ നിന്ന് കൂടുതൽ വെളിവാവുകയാണ്. ഞാൻ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഒരുപക്ഷെ ഇടതുമുന്നണിയെ ആക്ഷേപിക്കുകയൊന്നും അല്ല. LDF, കമ്മ്യൂണിസം, നല്ല ഇടതുപക്ഷം, ചീത്ത ഇടതുപക്ഷം, വിയോജിപ്പോടെ ഇടതുപക്ഷം ഒരുപാടുണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഒന്നും തന്നെ ഇല്ല. ഒരേ ഒരു ഇടതുപക്ഷമേ ഉള്ളൂ. ആ ഇടതുപക്ഷത്തിന്റെ മുഖംമൂടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സയ്യിദ് അബ്ദുൽ മജീദിൽ നിന്ന് മാത്രമല്ല, സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കൊന്നുമല്ല. സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് സയ്യിദ് അബ്ദുൽ മജീദ് വരുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പെൻഷൻ എറിഞ്ഞു കൊടുത്തില്ലേ, അത് എറിഞ്ഞു കൊടുത്തിട്ട് അത് വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തുന്നു എന്ന് മറ്റൊരു നേതാവ് പറയുന്നു. ഇതൊക്കെ ഏതെങ്കിലും നാക്കിന് പിഴയുള്ള സാധാരണ ലോക്കൽ നേതാക്കന്മാർ പറയുന്നതാണ് എന്നങ്ങ് വിചാരിച്ചാലും ശരി അല്ല. കഴിഞ്ഞ ദിവസം തോമസ് ഐസക് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ബുദ്ധിജീവി മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരാജയത്തിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എന്താണെന്നോ പരാജയത്തിന്റെ കാരണങ്ങൾ? നമ്മൾ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തിയിട്ടും ന്യൂനപക്ഷം ഞങ്ങൾക്കൊപ്പം നിന്നില്ല. നിങ്ങളുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ന്യൂനപക്ഷം എനിക്കൊപ്പം നിൽക്കണം, അതുകൊണ്ട് ഞാനിതാ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തുന്നു എന്നായിരുന്നുവോ CPM-ന്റെ മുദ്രാവാക്യം? ഞങ്ങൾ ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, ഒരു തരത്തിലും ആക്ഷേപങ്ങൾക്കിടയില്ലാതെ ന്യൂനപക്ഷത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകളുടെ മുഖംമൂടി ഇതാ ഈ തിരഞ്ഞെടുപ്പോട് കൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. അത് ഒന്നാമത്തെ പാരഗ്രാഫാണ്. രണ്ടാമത് വീണ്ടും ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇടതുമുന്നണി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഈ ഇടതുമുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തിനുള്ളതായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നാട് നന്നാവാനാണോ? അല്ല. 4 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ അവർ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. ഇടതുമുന്നണി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഇടതുമുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും ഈ വോട്ടിന് വേണ്ടിയുള്ളതായിരുന്നു. പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പോലും ഈ വോട്ടിന് വേണ്ടിയായിരുന്നു. ഇതിനൊന്നും വോട്ട് ചെയ്യാത്ത ജനങ്ങളെ നന്ദിയില്ലാത്തവർ എന്ന് അപഹസിക്കുന്ന പുരോഗമന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെത്. അതിനി ആരാണ് മറുപടി പറയുന്നതെന്നോ? ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകളാണ്. ജമീലതയെ പോലെ, ആയിഷത്തയെ പോലെ, സക്കീനയെ പോലെ, യാസ്മിനയെ പോലെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ മറുപടി പറയുന്ന കാലം വന്നു. കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണത്രേ. അതെ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങൾ കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണ്. അങ്ങനെ കെട്ടിൽ കുരുങ്ങിയിരിക്കാം എന്നാർക്കും വാക്കുകൊടുത്ത പെണ്ണുങ്ങളല്ല. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഞങ്ങൾക്കൊരു അസ്തിത്വമുണ്ട്. ഞങ്ങൾ ജനിച്ചു വീണ പിറന്നു വീണ നാട്ടിലും ഞങ്ങൾക്കൊരു അസ്തിത്വമുണ്ട്. അത് ഇരട്ട പൗരത്വം പോലെ, ഒരു ഇരട്ട അഭിമാനം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ കരുതിയത് അതൊരു കെട്ടിയിടലാണെന്നോ?
അത് അദ്ദേഹം പറഞ്ഞ പോലെയാണെങ്കിൽ എൻ്റെ മക്കളുണ്ട്, ഭർത്താവിൻ്റെ കൂടെ കിടക്കാനാണ് കെട്ടിച്ചു വിടുന്നതെന്ന്. ഇയാൾ സ്ത്രീകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാൾ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതിനു വേണ്ടി മാത്രം വെക്കുന്ന കാഴ്ച വസ്തുക്കളാണ് സ്ത്രീകൾ എന്നാണ് അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടാണ് അത് എന്ന് അയാളുടെ മാത്രം വാക്കുകൾ കൊണ്ട് ഞാൻ അടിവരയിടുന്നില്ല. പക്ഷെ അതിനൊപ്പം നിന്ന് കൂകി വിളിച്ച കൈയടിച്ച ഒരു ആൺകൂട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരു ധാർഷ്ട്യം നിറഞ്ഞ കൂട്ടം. അവര് കൈയടിക്കുമ്പോൾ അവർ അംഗീകരിക്കുന്നത് ആ രാഷ്ട്രീയത്തെയാണ്. സ്ത്രീകള് അതിനുള്ള എന്തോ ഒരു ഉപഭോഗ വസ്തുക്കളാണത്രേ. അല്ല, ഞങ്ങളുടെ സ്ത്രീകൾ രാഷ്ട്രീയം പറയുന്നവരാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ ആയിഷ കയറി വരുന്നത് സ്പോർട്സിലൂടെയാണ്. സ്പോർട്സ് കളിച്ച് അല്ലെങ്കിൽ ഈ കളിച്ച് മുന്നേറിയ ഒരു സ്ത്രീയാണ് ഈ സ്വാഗതം പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ നേതൃത്വം വഹിച്ച ഒരു സ്ത്രീയാണ് ഈ ചടങ്ങിന് ഉദ്ഘാടനം വഹിച്ചത്, പ്രിയപ്പെട്ട ഷാഹിന നിയാസി. പ്രിയപ്പെട്ട സെക്കൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് വേദികളിൽ നിങ്ങൾക്ക് വലിയ വാക്കുകളിൽ അവരെ കാണാൻ പറ്റില്ല. പക്ഷേ മലപ്പുറം തൂത്തുവാരിക്കൊണ്ടൊരു വിജയമുണ്ടാക്കിയപ്പോൾ, ഏറ്റവും വലിയ സംഘടനയായിക്കൊണ്ട് വനിതാ ലീഗിനെ അടയാളപ്പെടുത്തിയപ്പോൾ അതിന് പുറകിൽ സൗമ്യമായി ചിരിക്കുന്ന ആ മുഖമുണ്ട്. അതൊരു ലീഡർഷിപ്പാണ്, അതൊരു നേതൃത്വമാണ്. അതാണ് ഞങ്ങളുടെ സ്ത്രീകൾ. പ്രിയപ്പെട്ട ഷഹർബാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ ആളുകൾക്കും നേതൃത്വം വഹിക്കുന്ന ഷഹർബാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി മാത്രമല്ല, വിമാനം പറപ്പിക്കുന്ന പെൺകുട്ടികൾ മലപ്പുറത്ത് നിന്ന് ഉണ്ടാവുന്നത് അവർ ആ പെൺകുട്ടി എന്ന അഭിമാന ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടാണ്. ഇന്ന് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, തെന്നലയിലെ, മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ എന്നതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവരിൽ ഈ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായത് പെൺകുട്ടികളായിക്കൊണ്ട് തന്നെയാണ്. അവർക്ക് നയിക്കാനും അറിയാം, നിൽക്കാനും അറിയാം, പറയാനും അറിയാം. അങ്ങനെയുള്ള പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന മണ്ണാണിത്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അഭിമാനബോധത്തോടുകൂടി നിലനിൽക്കണമെന്ന് രാഷ്ട്രീയം ഓതിക്കൊടുത്ത മണ്ണാണിത്. ആ CHന്റെയും CD സാഹിബിന്റെയും ഒക്കെ പിന്മുറക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പിന്നോട്ട് നടക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കാനേ അറിയൂ. ഇന്ന് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയും ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഓതി തരുന്നവരാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ്. ഇടതുപക്ഷത്തിന്റെ പുരോഗമന മുഖം മൂടി വലിച്ചു കീറിയ, ഒരുപക്ഷെ അവരുടെ നാട്യങ്ങളെ മുഴുവൻ വലിച്ചു കീറിയ പ്രിയ വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ നേരാൻ കൂടി ഞാൻ ഈ സമയത്ത് വിനിയോഗിക്കുകയാണ്. കുറച്ച് മനുഷ്യരുടെ 5 വോട്ട് മറിഞ്ഞപ്പം നമ്മൾ കണ്ടതാണ് നിലവിൽ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷം പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്. ആ രാഷ്ട്രീയത്തെ മറിച്ചിടാൻ നമ്മൾ ഒരുക്കമാണ്. പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുൽ മജീദ് ഒരുപക്ഷെ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞെങ്കിൽ അടുത്ത ഞായറാഴ്ച മറ്റൊരു ചരിത്രത്തിനു കൂടി തിരികൊളുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സത്യപ്രതിജ്ഞ ഏറ്റെടുത്ത ദിവസം ധാർമ്മികതയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തിറങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു ചരിത്രം അദ്ദേഹം തീർക്കട്ടെ. ഇല്ല എങ്കിൽ തുടരട്ടെ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജരായി ഞങ്ങൾ ഇതാ ഈ 1-ാം വാർഡിൽ കാത്തിരിക്കുന്നുണ്ട്. ഈ 1-ാം വാർഡിന്റെ ജനത മറുപടി പറയും. അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയപരമായ കാര്യം കൊണ്ടല്ല. ഈ നാട്ടിലെ സ്ത്രീകളെ, ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളെ ഏത് തരത്തിലാണ് അയാൾ പ്രതിനിധീകരിക്കാൻ പോകുന്നത്? ഞങ്ങളെ അയാൾ പ്രതിനിധീകരിക്കേണ്ട എന്ന് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളും ഒന്നുറക്കെ പറഞ്ഞാൽ മതി. അധികാര കസേരയിൽ ഇരിക്കാൻ അയാൾക്ക് ഇറിപ്പുറക്കില്ല. ആ തിരുത്തലിന് തുടക്കം കുറിക്കുന്നതാവട്ടെ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമം എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, പെണ്ണുങ്ങളുടെ ശക്തി കാട്ടിക്കൊണ്ട്, കെട്ടിച്ച് വിട്ടവരും കെട്ടിച്ച് വന്നവരുമായ പെണ്ണുങ്ങളുടെ ശക്തി കാട്ടിക്കൊണ്ട് ജമീൽദയുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ഇനിയും ഉണ്ടാവും എന്ന് മാത്രം ഉറക്കെ ഒരിക്കൽ കൂടി ഈ നാടിനോട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ മാത്രം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. സെക്രട്ടറി എത്തിച്ചു എന്നുള്ളത് അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശുദ്ധമായ സ്ത്രീ വിരുദ്ധതയാണ് ഇന്നലെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ. ഇവിടെ വീണ്ടും പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറയുന്നില്ല. കാരണം അത്രത്തോളം തരം താഴാൻ നമ്മൾ ആരും, നമ്മളുടെ പാർട്ടിയും നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. ജയം തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കുകയും, പരാജയമാണെങ്കിൽ അത് ഏറ്റുപറയുകയും ആ പരാജയത്തെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ തക്ക പ്രവർത്തനവുമായിക്കൊണ്ടാണ് UDF ഇവിടെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോഴാണ്
ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിലെ പുരോഗമനം മാത്രം പറയുന്ന ആളുകളുടെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിൽ നിന്ന് ഇത്രത്തോളം വിഷം, ഈ വീണ വിഷം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല, മനുഷ്യ സമൂഹത്തിനാകമാനം അപമാനമായിട്ടുള്ള ഒരു കാര്യം. ഇത്രത്തോളം മാത്രമല്ല, മുതിർന്ന നേതാവ് കൂടിയാണ്. മനസ്സിലാക്കണം, ഇപ്പോൾ ഈ 21-ാം തീയതി അധികാരത്തിലേറുന്ന നമ്മളുടെ തെന്നല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട ഒരു മനുഷ്യന്റെ നാവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള, അങ്ങേറ്റം മ്ലേച്ഛകരമായിട്ടുള്ള വാക്കുകൾ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, UDFന്റെ നേതാക്കള്, UDFന്റെ പാനലിൽ ജയിച്ചു വന്നിട്ടുള്ള ഓരോ ജനപ്രതിനിധി പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ തയ്യാറല്ല. ഇവിടെ ഉറപ്പിച്ചു പറയുന്നു, അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മളുടെ നാട് പോകാൻ പാടില്ല. ഇത്തരത്തിലുള്ള വിഷം ചീറ്റുന്ന ആളുകളെ നാട്ടുകാർ തന്നെ ബഹിഷ്കരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ജമീലാത്ത മത്സരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടിന് ഞങ്ങൾ ജയിക്കും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ എപ്പോഴും അഭിമാനത്തോടെ അവരുടെ സ്വത്വബോധത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ഒരാളെയും വ്യക്തിഹത്യ നടത്താൻ നമ്മളുടെ പാർട്ടിയോ നമ്മളുടെ പ്രവർത്തകരോ ഇതുവരെ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള വാർഡുകളിലൊക്കെ വമ്പിച്ച വിജയം നമ്മൾ നേടിയപ്പോഴും ഒരു വ്യക്തിയുടെ പേരിൽ പോലും ഒരു വ്യക്തിഹത്യ നടത്താതെ നമ്മളുടെ പ്രവർത്തകരും നമ്മളുടെ നേതാക്കളും നമ്മളെ അത്രത്തോളം ശ്രദ്ധയോടെ ആ കൈകാര്യങ്ങളിൽ ഇടപെട്ടത്. അപ്പോഴാണ് ഒരു നാടിനും മുഴുവൻ അപമാനകരമാകുന്ന രീതിയിലുള്ള പ്രസ്താവന കൊണ്ട് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സാധാരണ ഒരു പ്രവർത്തകനല്ല. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ ഒരു പ്രവർത്തകനല്ല ഇത്തരത്തിലുള്ള പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അയാൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എത്രത്തോളം സേഫ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഒരു മെമ്പർ ആകെ ജയിച്ച തുച്ഛമായ സീറ്റിൽ ഉയർന്നു നിൽക്കുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഉയർന്ന ഒരു നേതാവ് എന്ന് വിളിക്കുന്ന ഒരാൾ ഇന്നലെ ഒരു വിദേശ പ്രസംഗം നടത്തുമ്പോൾ DYFIന്റെ നേതാവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള, നമ്മളൊക്കെ തെന്നലയുടെ CPMന്റെ മുഖം അല്ലെങ്കിൽ DYFIയുടെ മുഖം എന്നൊക്കെ പറയുന്ന ഇസ്മായിൽ തോണ്ടാലി അടക്കം അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിട്ട് ഒന്ന് കൈ ഉയർത്തി അത് തിരുത്താൻ ഒന്ന് പറയാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രത്തോളം ഇവരുടെ രാഷ്ട്രീയം നമ്മളുടെ നാട്ടിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെയാണ് CPMനെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് നമ്മൾ അഹോരാത്രം പറഞ്ഞത്, അഹോരാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയം നിങ്ങൾക്കറിയാം, വൈകുന്നേരമാണ്, എല്ലാവർക്കും മറ്റു പല തിരക്കുകൾ ഉണ്ടാകും. തെന്നലയിലുള്ള വനിതാ ലീഗിന്റെയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ, അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെറും ലോക്കൽ ആവരുത്, ലോ ലെവലിലേക്ക് പോകരുത് എന്ന് വിളിച്ചു പറയാൻ മാത്രമല്ല, ജയിച്ചിട്ടുള്ള 1-ാം വാർഡിൽ നിന്ന് അയാളെ രാജിവെപ്പിച്ചുകൊണ്ട് പുതിയൊരു ജനവിധി തേടാൻ തയ്യാറാകണമെന്നുള്ള പ്രഖ്യാപനത്തിന് കൂടെയാണെന്ന് ഇവിടെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഇതൊരു വെല്ലുവിളിയാണ്, നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം. തിരുത്തലോ കേവലം മാപ്പ് പറച്ചിലോ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. മുമ്പ് CPMന്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ മണിയാശാന് കൊടുത്തതുപോലത്തെ ഒരു അവകാശവാദങ്ങളും ഒരു അധികാര പരിധിയും ഇയാൾക്ക് കൊടുക്കേണ്ട. തെന്നലയിലുള്ള മണിയാശാനായിക്കൊണ്ട് അങ്ങനെ CPMന്റെ ലോക്കൽ സെക്രട്ടറി ഇവിടെ വാഴേണ്ടതില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ കോട്ടയിൽ ഒരവസരം തന്നാൽ വീണ്ടും മത്സരിക്കാനും വിജയം കൈവരിക്കാനും കൂടി ഞങ്ങൾ ശക്തരാണ് എന്ന് കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടി ഓർക്കേണ്ടതുണ്ട്, അയാൾക്ക് വോട്ട് ചെയ്ത സ്ത്രീകളെ വരെ അയാൾ അപമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുപ്രവർത്തകരായി നിൽക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അപമാനകരമാണ്. ഇന്നെങ്ങാനും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ല എങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരിയായിരുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് കാര്യങ്ങൾ പോകും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ ആരും അയാൾ പറഞ്ഞ ആ കാര്യത്തിന് പോകുന്നവരല്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, ആശയത്തെ കാരുണ്യമറ്റാതെ, കരുണ പറ്റാതെ, സഹനത്തോടെ, സ്നേഹത്തോടെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാണ്. ഞങ്ങൾ ഒരു മോഹന വാഗ്ദാനങ്ങളിലും വീണുപോയിട്ടില്ല.
ഞങ്ങൾ ഒരു മോഹന വാഗ്ദാനങ്ങളിൽ വീണുകൊണ്ട് നിങ്ങൾ നൽകുന്ന പണമോ അധികാരമോ കണ്ടുകൊണ്ട് നിൽക്കുന്നവരല്ല. ഈ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള ചടങ്ങിനുള്ള ഈ ഒരു പ്രതിഷേധ സംഗമത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് വനിതാ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി സക്കീന പുൽപ്പാടൻ അവറുകളെയാണ്. എല്ലാ സീറ്റിലേക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അമരത്തിൽ നിന്നത് MK റഫീഖ എന്ന് പറയുന്ന സഹോദരിയായിരുന്നു. സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലുള്ള പങ്ക് എന്താണെന്നുള്ളത് വ്യക്തമായി കാണിച്ചു തരുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ്. വ്യക്തമായി മുന്നോട്ട് വെക്കുന്ന സഖ്യമാണ് UDF. അത് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് എങ്കിലും നിങ്ങൾ ഈ സമയത്ത് ഇത് കേട്ടിട്ടെങ്കിലും, ഈ സമരം കണ്ടിട്ടെങ്കിലും, ഈ സംഗമം കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസോ അല്ലെങ്കിൽ മനസാക്ഷിയോ ഇനിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് പോലും സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് വോട്ട് കിട്ടാൻ വേണ്ടി പേരിന്റെ കൂടെ സയ്യിദ് എന്ന് ചേർക്കുമ്പോൾ ആ വാക്കിനോടുള്ള ഒരു ആത്മാർത്ഥതയെങ്കിലും പുലർത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.